നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. എന്തായാലും അവള് തന്നെ തീരുമാനിച്ച് വേണ്ടത് ചെയ്യട്ടെ. ഇതങ്ങനെ അവളുടെ തീരുമാനത്തിന് മാത്രം വിട്ടുകൊടുക്കാൻ പറ്റത്തില്ല മായ. പിന്നെ സേതോട്ടൻ എന്ത് ചെയ്യാൻ പോകുന്നു? ഡേ, വെറുതെ ഭാവനയുടെ വഴക്കുണ്ടാക്കാന്നല്ലാതെ ഒരു ഗുണം ഉണ്ടാവാൻ പോകുന്നില്ല. സേതു, നീ പോയി വല്യമ്മയൊന്ന് കാണ്. വല്യമ്മ ആകെ വിഷമിച്ചിരിക്കും. അത് വേണ്ടമ്മേ. എന്തായാലും വെല്ലിച്ചനും വല്യമ്മ വരാതിരിക്കത്തില്ല. നോക്കട്ടെ, അവര് വന്നില്ലെങ്കിൽ നമുക്ക് രണ്ടുപേർ കൂടെ അങ്ങോട്ട് പോവാം. ഈശ്വര, അമ്മയ്ക്ക് ഇനി ഇത് മതി BP കൂടാൻ. മനസ്സിനെ പിടിച്ചു നിർത്താൻ നമുക്ക് പറ്റത്തില്ലല്ലോ മായി. അമ്മ ധൈര്യമായിട്ടിരിക്കെ. ഇതുവരെ അവളെ കാത്ത ഈശ്വരൻ ഇനി അവളെ കാത്തോളും. എത്ര പറഞ്ഞാൽ അവൾ അനുസരിക്കത്തില്ലെന്ന് പറഞ്ഞാൽ പിന്നെ എന്താ ചെയ്യുക? വെറുതെ മനുഷ്യനെ വിഷമിപ്പിക്കാൻ വേണ്ടി. സത്യം പറയാലോ, ഏട്ടത്തി ആ വീട്ടിനകത്തുണ്ടായിരുന്നപ്പോ മനസ്സിനൊരു സമാധാനം ഉണ്ടായിരുന്നു. ആ ഭാവന പറഞ്ഞത് നീ കേട്ടില്ലേ? നല്ല ക്രിയേറ്റിവിറ്റി ഉള്ള ആരുടെയോ സ്ക്രീൻ പ്ലേ ആണിതെന്ന്. ഭാവന പറഞ്ഞാൽ എന്താ തെറ്റ്? അജേട്ടന്റെ തലയിൽ ഉദിച്ച ബുദ്ധിയാണെന്ന് അവക്കറിയില്ലല്ലോ. അല്ല, അറിഞ്ഞാലും എനിക്കൊന്നുമില്ല. അല്ലേലും ജാനകി കിട്ടും ഞാൻ ഓങ്ങി വെച്ചതാ. അതിന്നങ്ങ് ഫലിച്ചു. ഇനിയിപ്പോ അടുത്ത പ്ലാൻ എന്താ? ഇനി സൂക്ഷിച്ചും കണ്ടുമൊക്കെ വേണം നീങ്ങാൻ. പെട്ടെന്നൊന്നും എടുത്ത് ചാടി ചെയ്യരുത്. ആലോചിച്ച് ബുദ്ധിപൂർവം വേണം നീങ്ങാൻ. ഇനി എന്തായാലും ഭാവന വളരെ സൂക്ഷിച്ച് ഈ വീട്ടിൽ നിൽക്കൂ. അതുകൊണ്ട് പെട്ടെന്നൊന്നും നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. നമുക്ക് നേരിട്ടുള്ള ഒരു പരിപാടിയും വേണ്ട പ്രസിദ്ധ. പുറത്തുനിന്നുള്ള ആരുടെയെങ്കിലും സഹായം വേണം. അതിന് ഞാൻ ചില വഴികളൊക്കെ കണ്ടിട്ടുണ്ട്. അല്പം സമയമെടുത്താലും സക്സസ് ആകുന്ന നടപടിക്ക് ഇനി ഞാനുള്ളൂ. ഭാവന അവസാനം പറഞ്ഞത് ചേട്ടൻ ശ്രദ്ധിച്ചായിരുന്നു? ആരൊക്കെ എന്തൊക്കെ പ്ലാൻ ചെയ്താലും ഒന്നും നടക്കാൻ പോകുന്നില്ല. ഇതുവരെ അവളെ കാത്ത പ്രപഞ്ചശക്തി തന്നെ ഇനിയും അവളെ കാത്തോളൂന്ന്. ഓ പിന്നെ, ആ പ്രപഞ്ചശക്തിക്ക് ഇവിടെ കാര്യം മാത്രം നോക്കിയാ മതിയല്ലോ. എടി, അവിടെ എല്ലാ വിശ്വാസങ്ങളും അങ്ങനെ തന്നെ ആയിക്കോട്ടെ. നമുക്ക് നമ്മുടെ വഴി നോക്കാം.